ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ശാശ്വതതയുണ്ടെന്ന് നാം കരുതിയെങ്കിലും അത് വ്യാമോഹമാണ്. സ്ഥിരത നമുക്കുണ്ടെന്ന് നാം ചിന്തിച്ചെങ്കിലും അതും മായാണ്. എന്നേക്കുമായി നിലനിൽക്കുമെന്ന് നാം വിശ്വസിച്ചെങ്കിലും അതൊരു സ്വപ്നമാണ്. ബുദ്ധൻ. നിത്യതയുടെ സ്വപ്നം കണ്ടു മയങ്ങിയിരുന്ന നമുക്കെങ്ങും ഈ വരികൾ നൽകുന്നത് ഒരു നേരിയ ഉണർത്തലാണ്. നിലയില്ലാത്ത മഞ്ഞപ്പരവത ജീവിതം, നിഴലുപോലെ നമ്മൾ സഞ്ചരിക്കുന്നു എന്ന തിരുവള്ളുവർ വാക്കുകളും ഇതേ ആശയത്തെ ഊന്നിപ്പറയുന്നു. മരണത്തിന്റെ നിഴലിൽ നിത്യമായ ഒന്നും ഇല്ലെന്ന് തിരിച്ചറിവ് നിരാശയിലേക്ക് നയിക്കുന്നതല്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കാനുള്ള പ്രചോദനമാണ് നൽകേണ്ടത്. ഈ ക്ഷണികമായ ജീവിതത്തിൽ നമുക്ക് എന്തു നേടാനാകും, എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് വഴി തുറക്കുന്നു. ഇതാ ചില പ്രചോദന ബിന്ദുക്കൾ. കാലം വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും വീണ്ടെടുക്കാനാകാത്ത സമ്പത്താണ്. അനാവശ്യ കാര്യങ്ങളിൽ സമയം പാഴാക്കാതെ നമ്മുടെ പാഷനുകളെയും ലക്ഷ്യങ്ങളെയും പിന്തുടരുക. കർമ്മഫലം നന്മ ചെയ്യുക. നിത്യതയില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് ചില ചുവടുകൾ സൃഷ്ടിക്കുന്നു. നന്മ നിറഞ്ഞ പ്രവൃത്തികൾ കൊണ്ട് അർത്ഥവത്തായ ജീവിതം നയിക്കുക. ബന്ധങ്ങളെ ചേർത്തുപിടിക്കുക. സ്നേഹമുള്ളവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. അവരുടെ സ്നേഹവും പിന്തുണയും ജീവിതത്തിന് അമൂല്യമാണ്. അനുഭവങ്ങൾ ശേഖരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. ലോകം കാണുക. പുതിയ ആളുകളെ കണ്ടുമുട്ടുക. ജീവിതത്തെ ഏറ്റവും മികച്ച രീതിയിൽ അനുഭവിക്കുക. ഇന്നത്തെ ദിവസത്തിൽ ജീവിക്കുക. ഭാവിയിലെ ഭയങ്ങളിലോ കഴിഞ്ഞ കാലത്തെ ഖേദങ്ങളിലോ കുടുങ്ങാതെ ഇന്നത്തെ ദിവസത്തെ പൂർണ്ണതയോടെ ആസ്വദിക്കുക. അനശ്വരതയില്ലെന്ന തിരിച്ചറിവ് ജീവിതത്തെ നിസ്സാരമാക്കുന്നതല്ല, മറിച്ച് കൂടുതൽ ഏറ്റവും മികച്ചതാക്കാൻ പ്രചോദിപ്പിക്കുന്നതാണ്. ഓരോ നിമിഷവും അർത്ഥവത്താക്കി ജീവിക്കുക. അതാണ് ഈ വരികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രചോദനം. കൊടുവായൽ കടലിന്റെ കരയിൽ രമേശൻ എന്ന മത്സ്യത്തൊഴിലാളി തന്റെ വലയെറിഞ്ഞ് കാലത്തിന്റെ ചുഴികളെ നേരിട്ടിരുന്നു. കടൽ എന്നും ആർത്തലച്ചു നിന്നു, നിത്യതയുടെ നീലച്ചീല കുടഞ്ഞു മാറ്റാതെ. രമേശൻ 50. ജീവിതം കടലിനോടൊപ്പം നിഴലിച്ച മണൽപ്പരപ്പ് പോലെ. ഓരോ അലയിലും ഒരു കഥ, ഓരോ മീനിന്റെ കണ്ണിലും ഒരു യാത്ര. ഒരു പുലരിയിൽ രമേശന്റെ വലയിൽ വീണത്ത് ചെറിയൊരു ചിപ്പിയായിരുന്നു. പതിവല്ലാതെ അതിനുള്ളിൽ ഒരു പ്രകാശം മിന്നിമറഞ്ഞു. തുറന്നപ്പോൾ ഒരു ചെറിയ പട്ടോല ഉണ്ടായിരുന്നു. അതിൽ മലയാളത്തിൽ 3 വരി എഴുതിയിരുന്നു: നാം സ്ഥിരമല്ല, നാം അധിവാസമല്ല, നമുക്ക് നിത്യതയില്ല. ആദ്യം അമ്പരന്നു, പിന്നെ ചിരിച്ചു. കടലിന്റെ തിന്നക്കാരൻ എഴുതിയ സന്ദേശം വല്ലോ, രമേശൻ പറഞ്ഞു. പക്ഷേ ആ വാക്കുകൾ അയാളുടെ ഉള്ളിൽ കൊളുത്തു. സ്ഥിരതയില്ലാത്ത കടലിലൂടെ ജീവിതം ഒരു യാത്രയല്ലേ? നിത്യതയുടെ വെളിച്ചത്തിൽ എല്ലാം എത്ര നിസ്സാരമല്ലേ? പിന്നീടുള്ള ദിവസങ്ങളിൽ കടലിന്റെ ഓരോ അലയിലും ആ വാക്കുകൾ പ്രതിധ്വനിച്ചു. ഓരോ മീനിനെയും മോചിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഹ്രസ്വത ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ ഓരോ നിമിഷത്തിനും വില നൽകാൻ രമേശൻ പഠിച്ചു. കുടുംബത്തോടും സുഹൃത്തുക്കളുമായി കൂടുതൽ സമയം ചെലവഴിച്ചു. കടലിന്റെ കിരീടമണിഞ്ഞ ആകാശത്തേക്ക് തല ഉയർത്തി നിത്യതയുടെ നീല നിഗൂഢതയെ ആസ്വദിച്ചു. ഒരു ദിവസം തന്റെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി രമേശൻ. രമേശന്റെ നിറഞ്ഞ കണ്ണുകളും ചിരിയും കണ്ട് അയാൾ അമ്പരന്നു. എന്താ മാഷേ, ഇത്ര സന്തോഷം? ചോദിച്ചു. ഒരു ചെറിയ ചിപ്പി, കടലിന്റെ ഒരു രഹസ്യം. രമേശൻ ചിരിച്ചു. നാം നിത്യതയില്ലെന്ന തിരിച്ചറിവ് അത്രേ ചങ്ങാതി. അത് ജീവിതത്തെ കൂടുതൽ മധുരമാക്കുന്നു, ഓരോ നിമിഷത്തെയും വിലമതിക്കുന്നതാക്കുന്നു. അങ്ങനെ രമേശന്റെ കഥ ഇന്ത്യയുടെ തീരങ്ങളിലൂടെ പടർന്നു. കടലിന്റെ ഒഴുക്കിൽ ഒരു ചെറിയ ചിപ്പിയുടെ പ്രവാഹം നിത്യതയുടെ കടകൾ തുറന്നു. ജീവിതം ഹ്രസ്വമാണെന്ന തിരിച്ചറിവ് ഇടഞ്ഞ കടലല്ല, മറിച്ച് കാലത്തിന്റെ നൃത്തത്തിൽ ആർത്തലക്കുന്ന പ്രകാശം നിറഞ്ഞ ഒഴുക്കായി മാറി. കാലം കടലിനെപ്പോലെ ഒഴുകി രമേശന്റെ ജീവിതത്തിൽ പുതിയ അലകൾ ഉയർന്നു. ഒരു ദിവസം കൊടുവായൽ കടപ്പുറത്ത് രമേശൻ കണ്ടത് പ്രായം ചെന്നൊരു സ്ത്രീയെയാണ്. കടലിന്റെ കഥ കേട്ടറിഞ്ഞവൾ ഒരു ചിപ്പി തേടി വന്നതായിരുന്നു അവൾ. രമേശന്റെ ജീവിതം മാറ്റിയ ചിപ്പിയുടെ ഒരു പകർപ്പ് തേടി. എന്റെ കഥ നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശം ചൊരിയുമെന്ന് പ്രതീക്ഷിക്കുന്നു, അവൾ പറഞ്ഞു. രമേശൻ പതിയെ ഒരു ചിപ്പി എടുത്ത് അതിൽ ആ വാക്കുകൾ എഴുതി: നാം സ്ഥിരമല്ല, നാം അധിവാസമല്ല, നമുക്ക് നിത്യതയില്ല. പക്ഷേ ഈ തവണ അവസാനത്തെ വരിയിൽ മാറ്റം വരുത്തി: എന്നാൽ സ്നേഹവും സന്തോഷവും നിത്യത പോലെ നീണ്ടുനിൽക്കും. ആ സ്ത്രീ രമേശൻ ചിരിച്ചു കാണിച്ചു, കണ്ണുകളിൽ നനവുമായി കടലേക്ക് നടന്നു. പുതിയൊരു തിരിച്ചറിവ് രമേശന്റെ ഉള്ളിൽ പൊട്ടിവിരിഞ്ഞു.
നിത്യതയില്ലെങ്കിലും സ്നേഹവും സന്തോഷവും നമുക്ക് സമ്മാനിക്കുന്ന നിമിഷങ്ങൾ നിത്യതയോളം നീണ്ടുനിൽക്കുമല്ലോ. അങ്ങനെ പ്രണയത്തിന്റെയും സന്തോഷത്തിന്റെയും ചിപ്പികൾ കൊടുവായൽ കടപ്പുറത്തുനിന്ന് യാത്രയായി കാലത്തിന്റെ കടലിൽ പ്രകാശം പരത്തി. ഒരു സ്വപ്നം കൂടി രമേശന്റെ ഉള്ളിൽ ഉണർന്നു. കൊടുവായലിന്റെ തീരത്ത് ഒരു ചെറിയ പുസ്തകശാല സ്ഥാപിക്കുക. നിത്യതയുടെ കഥകൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ, ജീവിതത്തിന്റെ നിമിഷങ്ങളെ വിലമതിക്കുന്ന കവിതകൾ, സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവ. കടലിന്റെ ഒഴുക്കിൽ രമേശന്റെ കഥ തുടർന്നു. ചിപ്പിയുടെ പ്രവാഹം നിത്യതയുടെ കടകൾ തുറന്നതും തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം നിത്യത എന്നത് കാലത്തിന്റെ ഒരു അളവുകോലല്ല, ജീവിതത്തിന്റെ ഓരോ അലയിലും പ്രകാശിക്കുന്ന സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നിറമാണ്. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.